ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഹേമ പറയുന്നുണ്ട്, നിധി നീ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ ഇനി ഇവിടുന്ന് പോകാൻ പാടില്ല, നീ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി ഹേമോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ അത് എടുത്തിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹേമ പറയുന്നുണ്ട്, ഇനി എന്തിനാ നിധി അണക്കിത്, ഇവിടെ ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ, അതൊക്കെ നിനക്കുള്ളതല്ല, നീ എന്തിനാ ഈ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സൂര്യ വന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ വരുന്ന സമയത്ത് നമ്മൾ നികേഷിനോട് ചോദിക്കട്ടെ, നീ ആരാടാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏടത്തിയമ്മയ്ക്ക് കൂട്ട് വന്നതാണ്. ഏടത്തിയമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ സുധിയേട്ടൻ്റെ ഭാര്യ നിധി സുധീഷിൻ്റെ കൂട്ട് വന്നതാണെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ സൂര്യയ്ക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും സൂര്യ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. സൂര്യ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ രാജീവൻ നിധിയോട് പറയുന്നുണ്ട്, നിധി ഞാൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരികയാണ്, ഇതിനപ്പുറം എനിക്ക് ഇനി താഴാൻ വയ്യ, ഞാൻ നിനക്ക് ഡൈവേഴ്സ് വാങ്ങിത്തരാം, എന്തായാലും നീ സൂര്യ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് രാജീവനോട്. ഞാൻ പറഞ്ഞില്ല വെച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ സുധീഷിനാണെങ്കിൽ ഒരു തൊഴിലും ഇല്ലാതെ നമ്മുടെ നികേഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ആ നിധി എടുത്തിയമ്മ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, എന്നെ ഉള്ളിലേക്ക് വിട്ടിട്ടില്ല, അയാളും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോക്കി, നീ ഏയാൾ, അത് നമ്മൾ എടുത്തിയമ്മയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ തട്ടിക്കൊണ്ട് പോയില്ലേ, അയാളും വന്നിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത തൊയിരക്കേട്. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.